ഡോക്ടർ മിനി പി ജി, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽ റുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. അനോവുലേഷൻ എന്ന ഒരു ടോപ്പിക്കിനെ പറ്റി ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാധാരണയായി ഓരോ മെൻസ്ട്രൽ സൈക്കിളിലും മിഡ് സൈക്കിളിൽ അണ്ടാശയത്തിൽ നിന്ന് ഒരു ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് അത് എഗ്ഗ് റിലീസ് ചെയ്യും. ഈ എഗ്ഗ് റിലീസാണ് ഓവുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഓവുലേറ്റ് ആയ എഗ്ഗും സ്പേമും കൂടി ചേർന്നാണ് എംബ്രിയോ ഉണ്ടാകുന്നത്. ഇതാണ് ഈ ഓവുലേഷൻ എന്നുള്ള പ്രോസസ്സ് നടന്നാലേ ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി ആവുകയുള്ളൂ. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു പ്രധാന കോസ് വരുന്നത് ഈ അനോവുലേഷനാണ്. ഈ എഗ്ഗിനെ ഓവറിയിൽ വളർത്താൻ സഹായിക്കുന്നത് ഹോർമോണുകളാണ്. അപ്പോൾ അത് തലച്ചോറിൽ നിന്നുള്ള ഹോർമോണുകൾ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോണുകൾ, തൈറോയിഡിൻ്റെ ഹോർമോൺ, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകൾ എല്ലാം കൂടെയുള്ള സമതുലിതമായ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഓരോ മാസത്തിലും ഓവുലേഷൻ അണ്ടാശയത്തിൽ നിന്ന് നടക്കുന്നത്. ഈ ഹോർമോണുകളുടെ ബാലൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എഗ്ഗ് ശരിയായ രീതിയിൽ വളരാതെ വരികയും ഓവുലേഷൻ ശരിയായ രീതിയിൽ ഉണ്ടാവാതെ വരികയും ചെയ്യും. പിന്നെ പോളിസിസ്റ്റിക് ഓവറി, പൊണ്ണത്തടി, ചില മരുന്നുകൾ, ആൻറ്റിസൈക്കോട്ടിക് ടാബ്ലറ്റ്സ്, പിന്നെ ഗർഭനിരോധന ഗുളികകൾ, ഇതെല്ലാം ഓവുലേഷൻ ഇല്ലാതെയാക്കും. അങ്ങനെ ഓവുലേഷൻ ഇല്ലാതെ വന്നാൽ പ്രഗ്നൻസി ആകാനും സാധ്യതയില്ലല്ലോ. അപ്പോൾ ഓവുലേഷൻ്റെ സിംറ്റംസ് എന്നുള്ളത് ചില ആൾക്കാർക്ക് ഓവുലേഷൻ വരുമ്പോൾ മിഡ് സൈക്കിൾ ഓവുലേറ്ററി പെയിൻ ചിലപ്പോൾ വരാറുണ്ട്. പിന്നെ വജനിൽ നിന്ന് ഒരു വാട്ടറി എഗ് വൈറ്റ് ലൈക്ക് ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ബേസൽ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയെല്ലാം നമുക്ക് ഓവുലേഷൻ ആകണുണ്ടോയെന്ന് ഒരു പരിധി വരെ നിർണ്ണയിക്കാൻ പറ്റും. പിന്നെ ശരിയായ രീതിയിൽ ഓവുലേഷൻ നടക്കണുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോളിക്കുലർ സ്റ്റഡി സ്കാനിങ് ചെയ്താൽ കറക്റ്റായിട്ട് ഓവുലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാകും. പിന്നെ യൂറിനറി കിറ്റ് വെച്ചിട്ടും ഒരു പരിധി വരെയൊക്കെ, പക്ഷേ 100% പെർഫെക്റ്റ് ആവില്ല, ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓവുലേഷൻ നടക്കണില്ല എന്നുണ്ടെങ്കിൽ ഓവുലേഷൻ ആകാൻ വേണ്ടി, ഫോളിക്കിൾ വളരാൻ വേണ്ടിയുള്ള ഗുളികകളുണ്ട്. ക്ലോമിഫിൻ സിട്രേറ്റ്, ലെട്രസോൾ എന്നുള്ള രൂപത്തിലുള്ള ഗുളികകളെല്ലാം കിട്ടും. അത് വെച്ചിട്ട് അത് കഴിച്ചിട്ട് ഓവുലേഷൻ ആകണുണ്ടോ എന്നുള്ളത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കേണ്ടത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ചെയ്യേണ്ടത് ആവശ്യമായി വരാറുണ്ട്. ഇഞ്ചക്ഷൻസും ഉണ്ട് ഈ ഓവുലേഷൻ ആകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കണവർ ആദ്യം നോക്കുന്നത് ഈ ഓവുലേഷൻ ഉണ്ടാകണുണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ഈ മാസമുറയിൽ വ്യതിയാനങ്ങൾ വരുന്നത് ഓവുലേഷൻ നടക്കാത്തത് കൊണ്ടാകാം. പക്ഷെ എല്ലാ സൈക്കിളും നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മെൻസ്ട്രുവേഷൻ വന്നാലും നമുക്ക് ഗ്യാരണ്ടീഡായിട്ട് പറയാൻ പറ്റില്ല ഓവുലേഷൻ നടക്കണുണ്ട് എന്നുള്ളത്. ഓവുലേഷൻ നടക്കാത്ത പീരിയഡുകളിൽ ചിലപ്പോൾ പീരിയഡിൽ അളവ് കൂടുതലാകാം, പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കാം, കുറേ ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കാൻഡി ആയിട്ടാവും മെൻസ്ട്രുവേഷൻ വരിക, ചിലപ്പോൾ മെൻസ്ട്രുവേഷൻ